നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ 2023 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാം ഭാഗമാണ് പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ് കൊണ്ട് ഡിസംബർ മാസത്തെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2023 രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉച്ചകോടി എവിടെയാണ്? ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഡൽഹി, പോയിന്റ് ഓർത്ത് വെച്ചോണം, ഡൽഹി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടി 2023 എവിടെ വെച്ച്? ഡൽഹിയിൽ വെച്ച്. പോയിന്റ് ക്ലിയർ ആണ്. അടുത്ത പോയിന്റ്, സ്റ്റോപ്പ് ക്ലോക്ക് ലോ. സ്റ്റോപ്പ് ക്ലോക്ക് ലോ ഏത് മത്സര ഇനവുമായി അല്ലെങ്കിൽ ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് സ്റ്റോപ്പ് ക്ലോക്ക് ലോ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റോപ്പ് ക്ലോക്ക് ലോ പ്രത്യേകിച്ചും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയതുകൊണ്ട് ചോദിക്കാൻ, അല്ലെ, കായികം എന്ന ഭാഗത്ത് നിന്ന് ഈ ചോദ്യം ചോദിക്കാം. സ്റ്റോപ്പ് ക്ലോക്ക് ലോ അധികം പരിചയമില്ലാത്തൊരു വാക്കാണ്. ഇത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദമാണ്. ക്രിക്കറ്റ്. അതായത് ക്രിക്കറ്റില് മത്സരങ്ങൾക്കിടെ ഒരു ഓവറിന് ശേഷം അടുത്ത ഓവറിലേക്ക് പോകുന്നതിന് 60 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറയാം, അല്ലെ? 60 സെക്കൻഡ് തന്നെയാണ് 1 മിനിറ്റ് എന്ന് പറയും. അപ്പൊ ഇതിന് ഈ ഒരു സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അടുത്ത ഓവറിലേക്ക് കടക്കണം. ഇതിന് ഒരു ലോ കൊണ്ടുവരുന്നു. അതാണ് സ്റ്റോപ്പ് ക്ലോക്ക് ലോ എന്ന് പറയുന്നത്. ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റോപ്പ് ക്ലോക്ക് ലോ. അപ്പൊ ക്രിക്കറ്റില് ഒന്നും അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ കുറെ ഓവറുകളുണ്ട്. ഒരു ഓവർ എന്ന് പറയുമ്പോൾ 6 പന്താണ്. അപ്പം ഒരു ഓവറിനും അടുത്ത ഓവറിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 മിനിറ്റ് ആയിരിക്കണം. അതാണ് സ്റ്റോപ്പ് ക്ലോക്ക് ലോ, അല്ലെങ്കിൽ അത് പിഴ ശിക്ഷയൊക്കെ വരുന്നതാണ് സ്റ്റോപ്പ് ക്ലോക്ക് ലോ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോപ്പ് ക്ലോക്ക് ലോ ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. ക്രിക്കറ്റ് ഓർത്തിരിക്കുക. തന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഭജൻ ലാൽ ശർമ്മ. ഭജൻ ലാൽ ശർമ്മ. ശ്രദ്ധിക്കൂ, രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ പേരാണ് ഭജൻ ലാൽ ശർമ്മ. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ തെലങ്കാന, അല്ലെ, മിസോറാം, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പുതിയ മുഖ്യമന്ത്രിമാർ വന്ന കാര്യം പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ ഒന്നുകൂടെ പോയി ഒന്ന് ഉറപ്പിച്ചോണം. തിരിച്ചു വരികയാണ്. ഇവിടെ രാജസ്ഥാന്റെ കാര്യമാണ് പറയുന്നത്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഭജൻ ലാൽ ശർമ്മ. പഠിക്കണം, ഭജൻ ലാൽ ശർമ്മ എന്നാണ് പേര്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ്. അടുത്തത് ബുള്ളറ്റ് ട്രെയിൻ. നമ്മുടെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ വരികയാണ്. നമ്മുടെ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിൻ ആദ്യം ബന്ധിപ്പിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ് ബന്ധിപ്പിക്കുന്നത്. അഹമ്മദാബാദ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം ബന്ധിപ്പിക്കുന്ന ഇന്ത്യൻ നഗരങ്ങളാണ് മുംബൈ, അഹമ്മദാബാദ്. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം ബന്ധിപ്പിക്കുന്ന നഗരങ്ങളാണ് മുംബൈ, അഹമ്മദാബാദ്. അപ്പോ അഹമ്മദാബാദിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. അപ്പൊ ആ രീതിയിലും പരീക്ഷയ്ക്ക് ചോദ്യം വരാം. എന്താണ് ചോദ്യം? രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. പഠിച്ചോണം, അഹമ്മദാബാദ്. മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദിലാണ്. അടുത്ത പോയിന്റ്, കേരള സയൻസ് കോൺഗ്രസ് വേദി. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി. അതായത് 2024 ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 2024 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 2024 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി പഠിച്ചു വെച്ചോളൂ. കാസർഗോഡ് ആണ്. 36ാമത് അല്ലെങ്കിൽ 2024 കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡ് ആണ്. ഇനി 2023 ഒന്ന് പറയുകയാണ്. 2023 അഥവാ 35ാമത് കേരള സയൻസ് കോൺഗ്രസ്, അല്ലെ? 2023 എന്ന് പറയുമ്പോൾ 35ാമത്തെ കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് ഇടുക്കി ആയിരുന്നു കേട്ടോ. ഇടുക്കി. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചോണം. കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി 36ഉം 35ഉം 2024ഉം 2023ഉം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പോയിന്റ് ക്ലിയർ. അടുത്തത്
ഐക്യരാഷ്ട്ര സംഘടന UN 2024 എന്ത് വർഷമായി ആചരിക്കുന്നു? UN 2024 പരീക്ഷാ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ. ഞാൻ ചില പോയിന്റുകൾ പറയുമ്പോൾ പറയും, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും, ശ്രദ്ധിച്ചോ. 2024 UN ആചരിക്കുന്നത് അന്താരാഷ്ട്ര ഒട്ടക വർഷം. അന്താരാഷ്ട്ര ഒട്ടക വർഷം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, UN അന്താരാഷ്ട്ര ഒട്ടക വർഷം ഏത്? 2024. UN അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024. പോയിന്റ് വ്യക്തമാണ് അല്ലെ? അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തതും ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ്, അതിന്റെ പേരാണ് വിജയ് ഹസാരെ ടൂർണമെന്റ്. കേട്ടിട്ടുണ്ട് അല്ലെ? വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കളാര്? വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ ഹരിയാന. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് 2023 ജേതാക്കൾ ആരാണ്? ഹരിയാന. ഹസാരെ ഹരിയാന. ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തിടുക. അടുത്ത പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് എവിടെ? സൂററ്റ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് സൂററ്റിലാണ്. ഓർത്തു വെച്ചോണം, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വന്നത് സൂററ്റിലാണ്. ഒന്ന് നോക്കി വെച്ചോ ഈ പോയിന്റ് കേട്ടോ. ഇനി BCCI അല്ലെ? BCCI എന്ന് പറയുമ്പോൾ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ക്രിക്കറ്റിലെ കൺട്രോൾ ബോർഡ് അല്ലെ? അതാണ് BCCI എന്ന് പറയുന്നത്. BCCI എന്ത് ചെയ്തു? 7ാം നമ്പർ ജേഴ്സി എന്ത് ചെയ്തു? 7ാം നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകുന്നില്ല എന്ന് തീരുമാനിച്ചു. BCCI 7ാം നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം എന്താ? 7ാം നമ്പർ ജേഴ്സി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്രിക്കറ്റ് താരത്തിന്റെയാണ്, മഹേന്ദ്ര സിംഗ് ധോണിയോടുള്ള ആദര സൂചകമായിട്ട് 7ാം നമ്പർ ജേഴ്സി ഇനി ആർക്കും നൽകുന്നില്ല എന്ന തീരുമാനത്തിലാണ് BCCI. ഒരു കാര്യം അവിടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പഠിക്കാൻ. അണ്ടർ 19 ആണ്. 19 വയസ്സിൽ താഴെയുള്ള അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ്. അണ്ടർ 19 ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആര് ജേതാക്കളായി? 19 വയസ്സിൽ താഴെയുള്ള ഏഷ്യ കപ്പ് ടൂർണമെന്റ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ് ആണ്. ചോദ്യം വരാം, ഒന്ന് ശ്രദ്ധിച്ചു. ബംഗ്ലാദേശ് ആണ്. ഇന്ത്യ അല്ല. അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ബംഗ്ലാദേശ് ആണ്. അപ്പോൾ ആ പോയിന്റ് അവിടെ നിങ്ങൾക്ക് വ്യക്തമായി. ഇനി ഈജിപ്തിന്റെ പ്രസിഡന്റ് തുടർച്ചയായി 3ാം തവണയും ഈജിപ്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി. പേര് കിട്ടിയോ? പേര് ഞാൻ ഒന്നുകൂടെ പറയാം. പേര് അബ്ദുൽ ഫത്താഹ് അൽ സിസി. ഈജിപ്തിന്റെ പ്രസിഡന്റിന്റെ പേര് ചോദിക്കാം കേട്ടോ. ഈജിപ്തിന്റെ പ്രസിഡന്റിന്റെ പേരാണ് അബ്ദുൽ ഫത്താഹ് അൽ സിസി എന്നാണ് പേര്. അബ്ദുൽ ഫത്താഹ് അൽ സിസി അദ്ദേഹമാണ് ഈജിപ്തിന്റെ പ്രസിഡന്റ്. അടുത്ത പോയിന്റിലേക്ക് വരാം. IPL അല്ലെ? ഇന്ത്യൻ പ്രീമിയർ ലീഗ്. IPL-ൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയ താരം, ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റ താരമാണ് ആര്? ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ മിച്ചൽ സ്റ്റാർക്ക്. IPL-ൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയ ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ പേരാണ് മിച്ചൽ സ്റ്റാർക്ക്. പേര് ഓർത്ത് വെച്ചോണം. മിച്ചൽ സ്റ്റാർക്കിനെ എത്ര കോടി രൂപ മുടക്കി? 24.75 കോടി രൂപ. 24.75 കോടി രൂപയാണ് മിച്ചൽ സ്റ്റാർക്കിന് ലഭിച്ചത്. ഏറ്റവും ഉയർന്ന തുകയ്ക്ക് സ്വന്തമാക്കിയ കളിക്കാരൻ. ഇനി അടുത്തത് BSE എന്ന് പറയുമ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാന്റെ പേര്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാന്റെ പേരാണ്
പ്രമോദ് അഗർവാൾ, പ്രമോദ് അഗർവാൾ, പ്രമോദ് അഗർവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പുതിയ ചെയർമാന്റെ പേര് പ്രമോദ് അഗർവാൾ എന്നാണ്. പ്രമോദ് അഗർവാൾ എന്നാണ്. ഓർത്തു വെച്ചോ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാന്റെ പേരാണ് പ്രമോദ് അഗർവാള്. ഇനി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളി. നിങ്ങൾക്കറിയാം ആ താരത്തെ. അദ്ദേഹത്തിന്റെ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന സഞ്ജു വി സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ മലയാളിയാണ് സഞ്ജു വി സാംസൺ. സഞ്ജു വി സാംസൺ. അത് എളുപ്പമുള്ള ഒരു പോയിന്റ് ആണ്. ഇനി കായിക രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി നിങ്ങൾക്കറിയാം. അതിന്റെ പേരാണ് ഖേൽ രത്ന, അല്ലെ? ഖേൽ രത്ന. കായിക രംഗത്തെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഖേൽ രത്ന പുരസ്കാരം അല്ലെങ്കിൽ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. 2023 ഇത് പ്രഖ്യാപിച്ചപ്പോൾ 2023 മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ 2 പേർക്കാണ് ലഭിച്ചത്. ഇവർ 2 പേരും ബാഡ്മിന്റൺ താരമാണ്. ഓർത്തു വെച്ചോണം, ബാഡ്മിന്റൺ താരമാണ്. അപ്പൊ ബാഡ്മിന്റൺ താരങ്ങൾ 2 പേര്. അവരുടെ പേര് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇച്ചിരി നീളമുള്ള പേരാണ്. ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി. പേര് കിട്ടിയോ? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി. ഞാനിവിടെ ചിരാഗിന് സി, ചന്ദ്രശേഖറിന് സി, ഷെട്ടിക്ക് എസ്. ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി. 2 രംഗി റെഡ്ഡി സാത്വിക്. സായിരാജ്. രംഗി റെഡ്ഡി സാത്വിക് സായിരാജ്. ഇവർ 2 പേർക്കാണ് 2023 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ഇവർ 2 പേരും ബാഡ്മിന്റൺ താരങ്ങളാണ്. പേരുകൾ: ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി. അടുത്തത് രംഗി റെഡ്ഡി സാത്വിക്. സായിരാജ്. ഇവർ 2 പേരെ ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇവരുടെ മുഴുവൻ പേര് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിക്ക് പകരം ചന്ദ്രശേഖർ ഷെട്ടി എന്നും, ഇവിടെ രംഗി റെഡ്ഡി സാത്വിക് സായിരാജ് എന്ന് പറയുമ്പോൾ സാത്വിക് രാജോ എന്ന ആ രീതിയിൽ അവിടെ നിന്ന് കണക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഖേൽ രത്ന പുരസ്കാരത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ വലിയൊരു കായിക പുരസ്കാരമാണ് അർജുന അവാർഡ്, അല്ലെ? അർജുന അവാർഡ് 2023 കൊടുത്തപ്പോൾ ഒരു മലയാളിക്ക് കിട്ടിയിട്ടുണ്ട്. അർജുന അവാർഡ് 2023 നേടിയ മലയാളിയുടെ പേര് പേരാണ് എം ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ എന്നാണ് പേര്. ലോങ് ജമ്പ് താരമാണ്. ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിലും ഈ എം ശ്രീശങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിമ്മി ജോർജ് പുരസ്കാരം, 35ാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചതും എം ശ്രീശങ്കർ ആണ്. അപ്പൊ കുറെ ഭാഗത്ത് എം ശ്രീശങ്കർ എന്ന പേര് ഇനി നിങ്ങൾ കാണാൻ കിടക്കും. അപ്പൊ ഈ കാണുമ്പോഴെല്ലാം ഇദ്ദേഹത്തിന്റെ പേര് ഓർക്കണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു പേരാണ് മുരളി ശ്രീശങ്കർ. ഞാൻ പറഞ്ഞ ഈ ചോദ്യം വരുമെന്നല്ല പറഞ്ഞത്, ഈ പേര് റിലേറ്റ് ചെയ്തുള്ള ചോദ്യം വരാമെന്നാണ് പറഞ്ഞത്. സോ എം ശ്രീശങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. മുരളി ശ്രീശങ്കർ. ഇനി 2024 റിപ്പബ്ലിക് ദിനാഘോഷം. ഇന്ത്യക്ക് ഒരു മുഖ്യാതിഥിയുണ്ട്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഇന്ത്യയുടെ മുഖ്യാതിഥി ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോയാണ്. ഇമ്മാനുവൽ മാക്രോ 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ എത്തുന്ന മുഖ്യാതിഥിയുടെ പേരാണ് ഇമ്മാനുവൽ മാക്രോ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഇനി നമ്മുടെ ഗവൺമെന്റ് പുതിയ 2 മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്തു, അല്ലെ? പുതിയ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. അപ്പൊ 2 പുതിയ മന്ത്രിമാരെന്ന് പറയുമ്പോൾ
ഒന്ന് KB ഗണേഷ് കുമാർ ആണ്. KB ഗണേഷ് കുമാർ നിങ്ങൾക്കറിയാം. KB ഗണേഷ് കുമാർ ഏത് വകുപ്പാണ് കൊടുത്തത്? ഗതാഗതം. അപ്പൊ കേരളത്തിന്റെ പുതിയ ഗതാഗത മന്ത്രിയുടെ പേരാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ ഓർത്തു വെച്ചോളാം, ഗതാഗതം. പിന്നെ ഉള്ളത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. തുറമുഖമാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകിയ വകുപ്പ് ഏതാണ്? തുറമുഖം. അപ്പൊ ഈ പുതിയ 2 മന്ത്രിമാരും അവയെ റിലേറ്റഡ് ഉള്ള വകുപ്പുകൾ ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ. KB ഗണേഷ് കുമാർ ഗതാഗതം എന്നുള്ളത് പെട്ടെന്ന് കിട്ടും. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നുള്ള പേര് ഓർക്കണം, തുറമുഖം. കടന്നപ്പള്ളി രാമചന്ദ്രൻ, തുറമുഖം. അടുത്തത് അയോധ്യ റെയിൽവേ സ്റ്റേഷന് പുതിയ പേര് നൽകി. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ധാം ജംഗ്ഷൻ. ശരിക്കും അതിന്റെ പേര് അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ്. അയോധ്യ ധാം ജംഗ്ഷൻ. അപ്പൊ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് ധാം ജംഗ്ഷൻ. അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് പേര്. അയോധ്യ ധാം ജംഗ്ഷൻ. അപ്പൊ ഈ ധാം ജംഗ്ഷൻ അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേരാണെന്ന് ഓർത്തോണം. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ധാം ജംഗ്ഷൻ. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് ധാം ജംഗ്ഷൻ. നിങ്ങൾ നോക്കിയ അയോധ്യ എന്നാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഈ ദാ എടുത്തത് ധാം എന്നാക്കിയാൽ മതി. ധാം ജംഗ്ഷൻ. പോയിന്റ് ക്ലിയർ ആണ്. അടുത്തത് റിലയൻസ് ജിയോയും IIT ബോംബെയും. IIT എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. റിലയൻസ് ജിയോയും IIT ബോംബെയും സംയുക്തമായി ഒരു AI പ്രോഗ്രാം വികസിപ്പിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം വികസിപ്പിക്കുകയാണ്. അതിന്റെ പേരാണ് ഭാരത് GPT എന്നാണ് പേര്. ഭാരത് GPT. അപ്പൊ ആരൊക്കെ വികസിപ്പിക്കുന്നതാണ്? റിലയൻസ് ജിയോയും IIT ബോംബെയും സംയുക്തമായി വികസിപ്പിക്കുന്ന AI പ്രോഗ്രാമിന്റെ പേരെന്ത്? ഭാരത് GPT. കിട്ടിയോ? ഭാരത് GPT. നമ്മൾ ചാറ്റ് GPT എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് ഭാരത് GPT. ജിയോ എന്നുള്ളത് കിട്ടും. IIT ബോംബെയോട് ചേർത്ത് പഠിക്കണം. IIT ബോംബെ. IIT എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നാണ്. IIT എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. നമ്മുടെ പോയിന്റ് വ്യക്തമാണ്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്നതിനായിട്ട് ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് K-സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര് K-സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് K-സ്മാർട്ട് എന്നാണ്. K-സ്മാർട്ട്. അപ്പൊ ആ പോയിന്റ് അവിടെ വ്യക്തമായി. അടുത്തത് DMDK എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. DMDK എന്ന് പറഞ്ഞാൽ ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം. അങ്ങനെയാണ് അതിന്റെ പൂർണ്ണരൂപം. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്നാണ് പേര്. അപ്പൊ ഈ DMDK എന്ന് പറയുന്ന പാർട്ടി സ്ഥാപിച്ചയാള് പേര് വിജയകാന്ത്. അന്തരിച്ചു. അപ്പൊ DMDK പാർട്ടിയുടെ സ്ഥാപകനും തമിഴ് സിനിമാ നടനുമായ വിജയകാന്ത് അന്തരിച്ചു. DMDKയുടെ പൂർണ്ണരൂപമാണ് പറഞ്ഞത്. ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം പാർട്ടിയുടെ സ്ഥാപകനും തമിഴ് സിനിമാ നടനുമായ വിജയകാന്ത് അന്തരിച്ചു. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും: വിജയകാന്ത് സ്ഥാപിച്ച പാർട്ടിയുടെ പേര്. ഓപ്ഷനിൽ DMDK. സ്പെല്ലിങ്ങിനകത്തൊക്കെ ചെറിയ വ്യത്യാസം നൽകിയ DMDK എന്നൊക്കെ പറഞ്ഞതിന് പകരം വേറെ എന്തെങ്കിലും സ്പെല്ലിംഗ് ഒക്കെ ഇട്ട് നോക്കും. നമുക്ക് അത്ര പരിചയമൊന്നും കാണില്ല. DMDK പ്രത്യേകം ഓർത്തോണം. അടുത്തത് തെരുവ് വിളക്കുകൾ LED ആക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര്. നമുക്കറിയാം, നമ്മുടെ തെരുവ് വിളക്കുകളൊക്കെ LED ആക്കിയാൽ കൂടുതൽ വെട്ടം കിട്ടും, എനർജി കുറച്ചു മതി അല്ലെ? അതൊക്കെ ഒരു നല്ല കാര്യമാണ്. തെരുവ് വിളക്കുകൾ LED മാറുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് നിലാവ്.
പദ്ധതിയുടെ പേര് നിലാവ്. തെരുവ് വിളക്കുകൾ LED ആക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരാണ് സുഹൃത്തുക്കളെ നിലാവ്. അപ്പൊ നിലാവ് വഴി കൂടെ നടന്നു പോകുമ്പോൾ LED ഇങ്ങനെ കത്തിക്കിടക്കുമ്പോ നിലാവ് പദ്ധതിയുടെ ഭാഗമായിട്ട് LED ആയല്ലോ എന്നൊക്കെ ആലോചിച്ചോണം കേട്ടോ. നിലാവ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ചുമ്മാ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറുടെ പേര്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറുടെ പേര് ഡോക്ടർ വിഭ. ഡോക്ടർ വിഭ ട്രാൻസ് വുമൺ ഡോക്ടർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടറുടെ പേര് ഡോക്ടർ വിഭ എന്നാണ്. ഓർത്തു വെക്കുക. ഇനി ബൈക്ക് നമ്മുടെ മോട്ടോർ ബൈക്കുകൾ ദൂരദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി KSRTC ഒരു പദ്ധതി ആരംഭിച്ചു. അതിന്റെ പേരാണ് ദ ബൈക്ക് എക്സ്പ്രസ്. ഓൾറെഡി KSRTCക്ക് എന്തുണ്ട്? ഓൾറെഡി KSRTCക്ക് ഈ പറഞ്ഞ പോലെ പദ്ധതികളുണ്ട്. എന്ത് പദ്ധതികൾ? അതായത് നമുക്കിപ്പോ ഇവിടുന്ന് എന്തെങ്കിലും ഒരു കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ KSRTC കയറ്റി വിട്ടാൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാം, വേഗത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന പദ്ധതി KSRTCക്ക് ഉണ്ട്. അപ്പൊ ബൈക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം മോട്ടോർ ബൈക്കുകൾ ദൂരദേശങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതിയുടെ പേരൊന്ന് ഓർത്തു വെച്ചോണം, ദ ബൈക്ക് എക്സ്പ്രസ്. ഞാൻ തന്നെ ഉണ്ട്, ബൈക്ക് എക്സ്പ്രസ്. അപ്പൊ 2023 ഡിസംബർ മാസത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.